ഇസ്ലാം മതത്തിലേക്ക് മാറിയെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് സോന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് പറയുന്നു. സുഹൃത്തിൻ്റെ പേര് റമീസ്. അപ്പം ഇസ്ലാം മതത്തിലേക്ക് മാറിയില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടും ആ വീട്ടുകാർ മതം മാറാൻ നിർബന്ധിച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് സോന ആത്മഹത്യ ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് നടക്കുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം. അങ്ങനെയാണോ കരുതേണ്ടത്? ആ അങ്ങനെ തന്നെയാണ് അത് ഈ ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അത് ഇല്ലാതെയാകുന്നില്ലല്ലോ. NIA സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. പക്ഷേ ഈ സാധനം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് നാട്ടിൽ മോഷ്ടാക്കളില്ല എന്ന് പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ മോഷ്ടാക്കളില്ലാതാകുക. അപ്പോൾ ഈ ജാതി സർക്കസ് കളിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാം ഈ സംഗതി ഉണ്ട് എന്നുള്ളത്. ചിലതൊക്കെ ആക്സിഡൻറ്റിലുമാണ്. എല്ലാം ലവ് ജിഹാദൊന്നുമല്ല. എല്ലാ മുസ്ലിം ആൺകുട്ടികളും പെൺകുട്ടികളെ കൊണ്ടുപോകുമ്പോൾ മതം മാറണം എന്ന് ആവശ്യപ്പെടുന്നത് എല്ലാ സംഭവങ്ങളും ലവ് ജിഹാദല്ല. കാരണം ഇതിലൊരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവർ കൊണ്ടുപോയിട്ട് സമാധാനമായിട്ട് ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അപ്പോൾ അവർ വീട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ആയിട്ടൊരു കല്ലുകടി വേണ്ട, നമുക്കങ്ങ് മാറിയാലോ എന്ന് ആലോചിക്കും, ചിലപ്പോൾ നിർബന്ധിക്കും ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് ലവ് ജിഹാദാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചു നോക്കുക. അയാൾക്ക് വേറെ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് കേസോ അങ്ങനെ എന്തോ, പെൺകുട്ടിക്ക് അതറിയാം, സ്റ്റിൽ ആ പെൺകുട്ടി അയാളുടെ പിന്നാലെ പോവുക, ഇങ്ങനെയൊക്കെ ചെയ്ത് വഷളായ സംഭവമാണ്. അപ്പോൾ ലവ് ജിഹാദിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ടാവാം. ബട്ട് ഈ ഒരു പ്രോസസ്സ് സമൂഹത്തിൽ എത്രയോ കാലമായിട്ട് നടക്കുന്നുണ്ട്. അത് 2009 കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് KT ശങ്കരൻ്റെ സുദീർഘമായ വിധിയിൽ കൃത്യമായിട്ട് പുള്ളി രേഖപ്പെടുത്തിയിട്ട് കേരളത്തിൽ ഒരു മതപരിവർത്തന നിരോധന നിയമം ആവശ്യമാണെന്ന് റെക്കമെൻഡേഷനോടുകൂടിയാണ് ആ വിധി പുള്ളി എഴുതി തീർക്കുന്നത്. സുദീർഘമായൊരു വിധി. പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞ് റിപ്പോർട്ട് തരാൻ പറഞ്ഞ് ഓരോ ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ട് കമ്പൈൽ ചെയ്ത് ഒക്കെ ചെയ്ത് എഴുതിയ വിധിയാണ് 2009. അന്നാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഒരു വിവാദമായിട്ട് മാറുന്നത്, 2009. അപ്പോൾ അന്ന് പിന്നെ KT ശങ്കരനെ എങ്ങനെ വകവരുത്താം എന്നുള്ളതായി അടുത്ത നോട്ടം. കാരണം ഹൈക്കോടതി ജഡ്ജാണല്ലോ. പക്ഷേ KT ശങ്കരനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല ഇതൊരു മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധിയായതുകൊണ്ട് ഇതിന് അപ്പീൽ കൊടുക്കാനോ തിരുത്തിക്കാനോ ഒന്നും മാർഗവുമില്ല. അപ്പോൾ അങ്ങനെ മാത്രമല്ല ആ കേസ് കോംപ്രമൈസിൽ പോയി അവസാനിക്കുകയും ചെയ്തു. ഈ KT ശങ്കരൻ്റെ വിധിക്ക് കാരണമായ 2 പേരുടെ കേസായിരുന്നു അത്. ഇതുപോലത്തെ ലവ് ജിഹാദ് കേസായിരുന്നു. അത് ഫൈനലി കോംപ്രമൈസ് ചെയ്തു. കാരണം കല്യാണം കഴിഞ്ഞിരുന്നില്ല. ഇനിമേൽ അവർ കാണില്ല, ഈ പിള്ളേരെ ഞാൻ നോക്കിക്കോളാം എന്ന് അയാളുടെ വീട്ടുകാർ, കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട് കോംപ്രമൈസായിട്ടാണ് ആ കേസ് തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് KT ശങ്കരൻ്റെ വിധി ഇപ്പോഴും ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റായിട്ട് ഇതിൽ നിൽക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ചിലതൊക്കെ പുറത്തു വരാറുള്ളൂ, ചിലത് ആരും അറിയാതെ അങ്ങ് പോകും. നാണക്കേട് ഭയന്ന്, കുടുംബത്തിന് മാനക്കേടാവുമല്ലോ എന്നൊക്കെ ഭയന്ന്, ആത്മഹത്യ പോലും ചെയ്താൽ ഇത് പുറത്തു വരുമല്ലോ എന്ന് ഭയന്ന് ഇങ്ങനെ എത്രയോ പെൺകുട്ടികൾ കഴിയുന്നുണ്ടാവും. അവരുടെ ഒന്നും കഥ ഒരിക്കലും പുറത്തു വരില്ല. പുറത്തു വരുന്നത് വല്ലപ്പോഴും ഉള്ളൊരു കഥയാണ്. ഇപ്പോൾ ഇത് തന്നെ നോക്കൂ, ഈ വീട്ടുകാർ തന്നെ ഇത് പുറത്ത് പറയാതിരിക്കാൻ വയ്യാത്തൊരു സാഹചര്യം വന്നു. പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തു. അതുവരെ അവർ പുറത്ത് പറഞ്ഞില്ല. ഈ പെൺകുട്ടി അവിടെ പോവുകയും തല്ലുകൊള്ളുകയും പിടിക്കുകയും ഇങ്ങനത്തെവൻ്റെ പിന്നാലെയാണ് പോകുന്നതൊക്കെ അറിഞ്ഞിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ നിസ്സഹായരായിരുന്നു. പുറത്ത് പറഞ്ഞാലും മാനം പോകും, പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി ബലിയാടാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സാധാരണ ഒരു കുടുംബത്തിൻ്റെ ധർമ്മസങ്കടം നമുക്കറിയാമല്ലോ. അങ്ങനെ അവരും പകച്ച് നിൽക്കെ അവരുടെ മകള് ആത്മഹത്യ ചെയ്തപ്പോൾ പിന്നെ എല്ലാം കൂടെ പുറത്ത് പറയേണ്ടി വന്നു. അപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ ചാനലുകളിലൊക്കെ തന്നെ ഇത് ചർച്ചാ വിഷയമായി മാറി. ഇപ്പോൾ MESൻ്റെ നേതാവ് ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ളവർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതുവരെ ലവ് ജിഹാദ് ഇല്ല, അതൊരു സൃഷ്ടി മാത്രമാണ് എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഫസൽ ഗഫൂർ അഡ്മിറ്റ് ചെയ്യുന്നതല്ല വിഷയം. ഫസൽ ഗഫൂർ അഡ്മിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ലവ് ജിഹാദ് ഉണ്ട്, അതോടെ അത് ഇല്ലാതെയാകുന്നു. അപ്പോഴും അത് തുടരും. ഫസൽ ഗഫൂർ ഈ കാര്യത്തിൽ എന്തഭിപ്രായം പറഞ്ഞാലും ഈ സാധനം ആ ചെയ്തി അങ്ങ് തുടരും. അപ്പോൾ ഫസൽ ഗഫൂറും അതുപോലെ
എത്രയോ സിവിലൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിം നേതാക്കളുണ്ട്, മുസ്ലിം ലീഗിലുണ്ട്, മറ്റ് സംഘടനകളൊക്കെ ഉണ്ട്. പലപ്പോഴും അവരുടെ ശബ്ദമല്ല നമ്മൾ കേൾക്കുന്നതും മാധ്യമങ്ങൾ നമ്മളെ കേൾപ്പിക്കുന്നത്. ഇപ്പോൾ ഫസൽ ഗഫൂർ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത കാര്യത്തിന് ഫസൽ ഗഫൂറിനോട് അഭിപ്രായം മാധ്യമങ്ങൾ തന്നെ ചോദിക്കില്ല. അവർ കുറേ കൂടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിങ്ങളുടെ അടുത്ത് പോകും. കാരണം മാധ്യമങ്ങൾക്ക് ആവശ്യം അതാണ്. അവർക്ക് രണ്ട് ഇത് വേണം, ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഒരാൾ പറയണം, ഇല്ല എന്ന് മറ്റേ ആൾ പറയണം. എന്നാലേ അതിന് ഒരു ഉണ്ട് എന്ന് ഒരാൾ പറയുകയും മറ്റേ ആളും അത് ശരിയാണ്, ഇപ്പോൾ അത് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ അജണ്ട പൊളിഞ്ഞു. അപ്പോൾ പിന്നെ ഈ രണ്ടുപേരും ചേർന്നിട്ട് ഇതിൻ്റെ പരിഹാരത്തെ പറ്റി ചർച്ച ചെയ്യും. അതോടെ ഈ പ്രശ്നം ഇല്ലാതെയാകും. അപ്പോൾ പ്രശ്ന പരിഹാരം ഉണ്ടാകുക എന്നുള്ളത് മാധ്യമങ്ങളുടെ അജണ്ടയിലില്ല. പ്രശ്നങ്ങൾ വഷളാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ ഒരു പക്ഷേ ഞാനത് കണ്ടില്ല. അദ്ദേഹം അത് പറയും. കാരണം അവരുടെ കൂട്ടത്തിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന, കാരണം നമ്മൾ മുസ്ലിമായിട്ട് ജനിച്ചു, ഹിന്ദുവായിട്ട് ജനിച്ചല്ലോ, ജനിച്ച സ്ഥിതിക്ക് നമുക്കിവിടെ ജീവിക്കണ്ടേ. ഈ കലാപരിപാടിയും കൊണ്ട് ജന്മം പാഴാക്കുന്നതിൽ വല്ല കഥയുണ്ടോ? ഞാൻ മുസ്ലിമാണ്, നീ ഹിന്ദുവാണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാലം ഇങ്ങനെ യുദ്ധം ചെയ്യും? അപ്പോൾ ഏത് ശരി ഏത് തെറ്റുന്നത് നമുക്ക് ഇതിൻ്റെ നടുക്ക് ജീവിച്ചു പോകാനൊരു ഫോർമുല വേണം. അപ്പോൾ അതിൽ ഞാനൊരു അബദ്ധം കാണിച്ചു, എൻ്റെ ആൾക്കാർ അബദ്ധം കാണിച്ചാൽ അത് ഞാൻ സമ്മതിച്ചാൽ തന്നെ സിനുജിക്ക് ആശ്വാസമായി ഇല്ലേ? അതെ. ഇപ്പോൾ ഈ ഫസൽ ഗഫൂറിൻ്റെ കാര്യം സിനുജി പറയാൻ കാര്യം എന്താ? പെട്ടെന്നൊരു ആശ്വാസം ഒരു മനുഷ്യനെങ്കിലും ഇത് മനസ്സിലാക്കിയല്ല, സമ്മതിച്ചല്ലോ. ആളുകൾക്ക് വേണ്ടത് മറ്റൊരാളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇത്ര മതി. മനസ്സിലാക്കിയാൽ മതി. അതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിലും വിരോധമില്ല, മനസ്സിലാക്കിയാൽ മതി, യോജിച്ചാൽ മതി അല്ലേ? ഇങ്ങനെയാണ് ഈ നമ്മുടെ ജില്ലാ കളക്ടർമാർ പേരെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവർ ഈ പറയുന്ന ആളിൻ്റെ പ്രയാസം മനസ്സിലാക്കും, പരിഹരിക്കൊന്നുമില്ല. പരിഹരിക്കാൻ ജില്ലാ കളക്ടർ വിചാരിച്ചാലോ മന്ത്രി വിചാരിച്ചാലോ സാധിക്കില്ല. അത്രയ്ക്ക് ഇടകൂടമാണ് ഇയാളുടെ ജീവിതം. ബട്ട് മനസ്സിലാക്കുക, ക്ഷമയോടെ കേട്ടു മനസ്സിലാക്കി കാര്യം പിടികിട്ടി, അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ്. ഇത് സമ്മതിക്കുമ്പോൾ തന്നെ മറ്റേ പാർട്ടിക്ക് വലിയ ആശ്വാസമാകുന്നു. അത് സമ്മതിക്കാതെ ഇത് വഷളാക്കുന്നത് മിക്കവാറും ഈ ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന കക്ഷികളാണ് ഇത് വഷളാക്കുന്നത് എപ്പോഴും. അത് അവർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കാൻ അവർ സമ്മതിക്കില്ല. ഹിന്ദുവും മുസ്ലിമും ഒരിക്കലും ഒന്നിക്കാൻ സമ്മതിക്കും. കാരണം അതിൽ നിന്നൊക്കെയാണ് 10 വോട്ട് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഒന്നിക്കാൻ അവർ സമ്മതിക്കില്ല. NSS SNDP നാളെ ചർച്ച ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ചാനലിലുണ്ടാകാൻ പോകുന്ന ബഹളം സമ്മതിക്കില്ല. കാരണം മനുഷ്യർ കുഴപ്പം കൂടാതെ ജീവിച്ചു പോകുന്നത് ചാനലുകൾക്ക് സമ്മതമില്ല. പിന്നെ അവർ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ട് കാണുന്നത്, ഞാനിപ്പോൾ എൻ്റെ ക്രിസ്ത്യൻ കൂട്ടുകാരൻ്റെ കൂടെ ചായ കുടിച്ചു എന്ന് വെച്ചു, അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് TG മോഹൻദാസ് തോമസുമായിട്ട് ചായ കുടിക്കുന്നു, മതസൗഹാർദ്ദത്തിൻ്റെ അടയാളം. ഇതുപോലത്തെ മ്ലേച്ഛമായ പ്രവൃത്തിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രക്രിയ ഇത് അവസാനിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവലിൽ, അവരുടെ റിലീജിയസ് എഡ്യൂക്കേഷൻ, മറ്റേ എഡ്യൂക്കേഷനിൽ അവരിപ്പോൾ എല്ലാവരുടെയും ഒപ്പമോ അതിൽ കൂടുതലോ ഒക്കെ പോയി കഴിഞ്ഞു. മോഡേൺ എഡ്യൂക്കേഷൻ, റിലീജിയസ് എഡ്യൂക്കേഷനിൽ അവർ കുറേ അധികം മാറ്റങ്ങൾ, അതിൻ്റെ ടെമ്പറൊന്ന് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഇടയിലുള്ള ഓർത്തഡോക്സിയും അവരും ഇത് മനസ്സിലാക്കണം. മറ്റേ പെൺകുട്ടി സ്റ്റേജിൽ കയറി അപ്പോൾ സ്റ്റേജിൽ കയറാൻ പാടില്ല, അതൊക്കെ അങ്ങനെയുള്ള സമസ്ത നേതാക്കന്മാരൊക്കെ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണം. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ കോംപ്ലക്സ് സൊസൈറ്റി. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ പിടിവാശികൾ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മതത്തിൽ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നത്, ഈ റമീസ് സോനയെ ആയിട്ട് ബന്ധപ്പെടുന്നു. അപ്പം തന്നെ റമീസിനറിയാം സോന വേറെ മതത്തിലാണ്. ഒന്നുകിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ സോനയോട് പറയുക മതം മാറേണ്ടി വരും എന്ന് പറയുക. ഇത് രണ്ടിലൊന്നും ചെയ്യണ്ടേ? ഇത് ചെയ്യാനായിട്ട് പിള്ളേരെ പറഞ്ഞു വിടണം. അല്ലാതെ അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടപെടാം എന്നുള്ള നിലപാട് ശരിയല്ല. അതൊക്കെ ടെൻഷൻസ് ഉണ്ടാകും. എത്ര വഴക്ക്, എത്ര കുടുംബങ്ങളാണ് ഇതിലൊക്കെ തകർന്നു പോയിരിക്കുന്നത്. ആ കഥയൊന്നും പുറത്തു വരുന്നില്ല. സാധാരണ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ആരും തന്നെ TV-ക്കാരെ തങ്ങളുടെ
വീട്ടിനുള്ളിൽ കയറ്റില്ല, പരസ്യം കൊടുത്ത് കളയുമല്ലോ. അതെ. അവർക്ക് അങ്ങനെ നോട്ടമൊന്നുമില്ല, ആരുടെയും ഫോട്ടോ കൊടുക്കുക, ഏത് ഇവൻ്റ് കവർ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ എന്ന് ഭയന്നിട്ട് 4 പേര് അറിയാതെ ഈ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷൻ കൊണ്ടു നടക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അവസാനമായിട്ട് അവരുടെ സ്റ്റോറിയായിരുന്നു കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറിക്കെതിരെ എന്തെല്ലാം ബഹളം നടന്നു നോക്കി. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഇവർക്ക് സമ്മതിക്കേണ്ട. ഇപ്പോൾ കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ഇങ്ങനെ ഇല്ല എന്നല്ലേ എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ പൊളിറ്റിക്കൽ റീസൺസ്. അതാണ് ഞാൻ പറഞ്ഞത്, ആരെന്ത് വാദിച്ചാലും ശരി യാഥാർത്ഥ്യമില്ലാതാകുന്നില്ല. സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് ഒരാൾക്ക് വാദിക്കാം, സമർത്ഥിക്കാം, ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ശരിയാണെന്ന് വരെ സമ്മതിച്ചെന്ന് വരും. പക്ഷേ അന്നും സൂര്യൻ കിഴക്കുദിക്കും. അതാണ് ഈ ഫാക്റ്റും ഡിബേറ്റും തമ്മിലുള്ള വ്യത്യാസം. ഡിബേറ്റിൽ നിങ്ങൾക്ക് വാക്സാമർത്ഥ്യം കൊണ്ട് എന്ത് സ്ഥാപിക്കാം, ഫാക്റ്റ് അവിടെ തന്നെ നിൽക്കും. ഈ സംഭവത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ ഈ ഇരയായി മാറിയത്. ഇതൊരു ഹിന്ദു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മീഡിയ ഇത്രയും ശ്രദ്ധ കൊടുക്കുമായിരുന്നോ? കണ്ടു തന്നെ അറിയണം. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.